എന്തോന്ന് മതയാരോ അതോ ഭദ്രവാളിയോ? ആരാണെന്ന് അറിയണോ നിനക്ക്? വേണ്ടാത്തടത്തെല്ലാം കയറി പിടിച്ച് ശ്വാസം മുട്ടിച്ചേച്ച് പറയുന്നത് കേട്ടില്ലേ? ഇങ്ങോട്ട് വേഗം കയറി വാ. കണ്ടോ അവിടെ? കൊളം അവിടെ? കൈതക്കാട് അവിടെ? അയ്യോ ചതിച്ചോ ദൈവമേ, വഴി തെറ്റിയോ? എന്താ സംഭവം? ഇതെവിടാ? ഇത് ക്ഷേത്രനട ബസ് സ്റ്റോപ്പ്. അതല്ലെന്ന്, ഈ നാടേതാ? ഇത് പാണ്ടനാട്. അപ്പൊ ചെമ്പനാടോ? അത് അവിടെ ചെന്നാലേ കാണാൻ പറ്റൂ. ഇവിടുന്ന് ഒരു 30 മൈൽ ദൂരമുണ്ട്. ചതിച്ചോ ദൈവമേ, വണ്ടി കയറിയപ്പോ മുതല് ചെമ്പനാടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്നിട്ട് അവസാനം എന്നെ പാണ്ടനാട്ട് വിട്ടു. ദുഷ്ട, കണ്ടിട്ടോ ദുഷ്ട. ഇനി അടുത്ത വണ്ടി എപ്പോഴാ സഹോദരന്മാരെ? ചമ്മനാട്ടേക്ക് ഇന്ന് വണ്ടി ഇല്ലേ സഹോദരി? നാളെ രാവിലെ ഒരെണ്ണം വരും. അതാണ് നാളെ രാവിലെയോ? അപ്പൊ ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിങ്ങനെ മുഖത്തോടെ നോക്കിയാൽ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞാൻ എന്തോ ചെയ്യണമെന്ന് പറയണം. അതെന്തിനാ ഞങ്ങൾ പറയുന്നത്? ചെന്ന് വണ്ടിക്കാരോട് ചോദിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി, സമാധാനം ഉണ്ടാക്കും. എന്ത് പറ്റി? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പ്രസിഡന്റ്. എന്റെ അനീസര് വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ചെമ്പനാട്ടേക്ക് ടിക്കറ്റ് എടുത്തതാ. എന്നിട്ട് വണ്ടിക്കാർ കൊണ്ടുവന്ന് പാണ്ടനാട്ട് ഇറക്കി വിട്ടേച്ചപ്പോ കളഞ്ഞു. ഞാനിനി എന്തോ ചെയ്യും? ഇന്നിനി വണ്ടിയില്ലെന്ന് പറയുന്നു. ശരീരത്തിൽ ഇത്തിരി പൊന്നുമുണ്ട്. അത്രേ ഉള്ളൂ. സമാധാനമുണ്ട്. നിങ്ങളെപ്പോലെ 15 പേർ കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ ബംഗ്ലാവിലുണ്ട്. അവിടെ ഞാനും എന്റെ ഭാര്യയും വേലക്കാരും മാത്രമേ ഉള്ളൂ. വന്നാട്ടെ, നാളെ രാവിലെ പോയാൽ മതി. വരും. പ്രസിഡന്റ് ഈ സമയത്തിലേ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. പൊയ്ക്കോ. പെറ്റിയെടുക്കാൻ ആൾ വേണോ? അയ്യോ അത് വേണ്ട, ഞാൻ എടുത്തോളാം. ശരി, എങ്കിൽ വരും. എങ്കിൽ സഹോദരന്മാരെ എല്ലാരോടും കൂടി വരട്ടെ. വരൂ. ഈ പ്രസിഡന്റ് ഇപ്പോഴും ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പരിപാടി ഉണ്ടായിരുന്നിരിക്കാം. വന്നിറങ്ങി. പിന്നെ നമ്മൾ ഇവിടുന്ന് എന്തിന്? ഏതായാലും പോയില്ലേ, പോട്ടെ. നേരെ ഒത്തിരി കിട്ടി. വർത്തമാനം പറഞ്ഞൊക്കെ മതി. ഇന്ന് നിങ്ങൾ 2 പേരും കൂടി ഈ മുറി കിടക്കും, ഞാൻ ആ മുറി കിടക്കാം. ഇനി നമുക്ക് കിടക്കാം. Yes, Dr. Rajendran here. Sorry to trouble you, doctor. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. ഹെഡ് ഇഞ്ചറിയാണ്. അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ കൂടി ഒന്ന് വന്നാൽ. ഓഹോ, ഞാനിതാ വന്നു കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ. സിസ്റ്റർ. യെസ് ഡോക്ടർ. ഡോക്ടർ ഉടനെ വരും. ഓപ്പറേഷന് വേണ്ട ഒരുക്കങ്ങൾ. ശരി. മാധവിയമ്മേ. എന്താ സാർ? ഞാൻ ആസ്പത്രിയിൽ നിന്ന് പോകുകയാണ്. വരാൻ താമസിക്കും. പുറത്തെ കഥ അടച്ചേക്ക്. എന്താടി? ചേട്ടാ, ഹൗ ഈസ് ദ പേഷ്യന്റ്? നല്ല ആളാ. ഇത് ആശുപത്രിയല്ല, നമ്മുടെ വീടാ. കാപ്പുടിച്ചേട്ടാ. നമസ്കാരം. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് ബൈജു? ഒത്തിരി കൊതുണ്ട് ഡോക്ടർ. കൊതുകിനെയൊക്കെ നമുക്ക് ശരിപ്പെടുത്തി കളയാം. വേറെ അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇന്ന് എന്ത് കഴിച്ചു? പാല് കുടിച്ചു. മിടുക്കൻ. പാല് നിറയെ കഴിക്കണം കേട്ടോ. വരും. ഈശ്വരൻ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്താം. ശരി ഡോക്ടർ.
മധുരമേ, പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ വീട് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. മുകളിൽ എവിടെയോ ഒരു വിള്ളലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതവർ സിമെന്റ് വെച്ച് അടച്ചല്ല. ഡോക്ടർ വന്നില്ലേ? ഇല്ല. ശ്രീദേവി ഇവിടെ ഉണ്ടല്ലോ. കുഞ്ഞു മോളിലുണ്ട്. ഒന്ന് കണ്ടുകളയാം. ഗുഡ് മോർണിംഗ്. ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ചേട്ടനോടല്ല, അനിയത്തിയോടാണ്. ശരി, ഗുഡ് മോർണിംഗ്. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അത് പിന്നെ എനിക്കറിയില്ലേ? അല്ല, ചേട്ടനെ കാണാൻ വന്നതാണെന്ന് കരുതി. ചേട്ടനെ കാണാനല്ലാതെ വേറെ ഒരു കാര്യത്തിന് എനിക്കൂടെ വന്നുകൂടെ? തീർച്ചയായും വരാം. ഇത് നിങ്ങളുടെ വീടല്ലേ? ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കല്ലേ? വീട് നോക്കാനും വരാം, പറമ്പ് നോക്കാനും വരാം. എങ്കിൽ ഇന്ന് വന്നതിനൊന്നുമല്ല, വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. ഇവിടെ വന്ന് ശ്രീദേവിയുമായി കുറച്ചു സമയം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് കരുതി. ശരി, പറഞ്ഞോളൂ. ഒരാളുടെ മുഷിച്ചിട്ട് തീരാൻ വേണ്ടിയല്ലേ? ഞാൻ കേട്ടേക്കാം. എന്താ പറയാത്തെ? എന്തു പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. എങ്കിൽ ആലോചന കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാമായിരുന്നില്ലേ? എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ശ്രീദേവിയുടെ അടുത്ത് വന്നപ്പോ എല്ലാം മറന്നുപോയി. അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതമൊന്നുമില്ല. അഴകൊഴുകുന്ന ഈ മുഖത്ത് നോക്കിയിരുന്നാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ തോന്നുമോ? അയ്യോ, പിന്നെ എന്താ തോന്നും? മനോഹരമായ ഈ ചുണ്ടിൽ ഒരു ഉമ്മ തരാൻ തോന്നും. ക്ഷമിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. സാരമില്ല, ആ കൈകൊണ്ട് തന്നെ ഈ കവിളിൽ തലോടുമ്പോ വേദന മാറിക്കൊള്ളും. അപ്പോൾ മരണം വരെ ഈ വേദന കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം? അല്ല, ആവുന്നത്ര വേഗം ഈ വേദന ഞാൻ മാറ്റും. നടക്കാത്ത കാര്യം. നോക്കാം. ഒരു ഉപകാരം ചെയ്യണം. ഈ സംഭവം എന്റെ ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ ശ്രീദേവിയെ ശകാരിക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കും. ആ ഭയം എനിക്കില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ഭയമുണ്ട്. ഓഹോ, അതാണോ? ഏതായാലും ഞാൻ പറയില്ല. ഞാനും. അപ്പോ വരട്ടെ. ഇനി സംസാരിക്കണ്ടേ? വേണമെന്നില്ല. മുഷിച്ചിൽ തീർന്നല്ലോ. സന്തോഷം. കാണാം. ആപത്തായ കുഞ്ഞെ. എന്താ മധുരമേ? അവരൊക്കെ ഇവിടുത്തെ വലിയ പണക്കാരാ കുഞ്ഞെ. അതിന് നമുക്കെന്താ? ഞാൻ പോയിക്കൊള്ളട്ടെ ഡോക്ടർ? വരണം, അല്പം കാപ്പി കുടിച്ചിട്ട് പോകാം. ഇരിക്കൂ. ഓ, കാപ്പി റെഡി. എങ്ങനെയുണ്ട് എന്റെ കൊച്ചനിയെത്തി? വണ്ടർഫുൾ. അതാണ് ദിവ്യദൃഷ്ടി, അല്ലെങ്കിൽ ജോത്സ്യം. ഇത് രണ്ടുമല്ല, ടെലിഫോൺ. ടെലിഫോണും? അതെ, നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തതേ ഉള്ളൂ. രണ്ടുപേരും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കിട്ടി. ശ്രീദേവി ഇപ്പൊ എന്നെ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ? ഇത്രയേറെ സ്നേഹശീലയായ ഒരു സഹോദരിയുള്ള ഡോക്ടർ സത്യത്തിൽ ഭാഗ്യവാനാണ്. ആ പറഞ്ഞതൊന്ന് എഴുതിത്തരാമോ? ചില്ലിട്ട് സൂക്ഷിക്കാനാ. ശ്രീദേവി, ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞത് സത്യമാണ്. ആ ഡോക്ടർ, ഒരു വലിയ വിശേഷം. വരുന്ന 7-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ നല്ല കഥയായി. കഴിഞ്ഞ ബർത്ത്ഡേയുടെ മധുരം ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. ഇപ്രാവശ്യം എനിക്കൊരു പുതിയ ഐഡിയ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ച് പുറത്തെവിടെയെങ്കിലും ഒന്ന് കുടിക്കളയാം. എന്താ? വെരി ഗുഡ് ഐഡിയ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ശ്രീദേവി. ഡോക്ടർ ഇവനെ അറിയുമോ? ഇവൻ ഞങ്ങളുടെ അമ്മാവന്റെ മകനാണ്, ഉണ്ണികൃഷ്ണൻ. എനിക്കറിയാം. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ലേ? ചേട്ടോ, ഞാൻ വരുമ്പോഴൊക്കെ ഈ ഡോക്ടർ ഇവിടെ തന്നെ കാണാമല്ലോ. അത് ശരിയല്ല. ഡോക്ടർ മോഹൻകുമാർ ഇവിടെ ഉള്ളപ്പോഴേ നീ ഇവിടെ വരാറുള്ളൂ എന്നതാണ് സത്യം. അപ്പൊ ഞാൻ വരട്ടെ ഡോക്ടർ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടി? എനിക്ക് ഓർമ്മയുണ്ട്. പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. വെരി ഗുഡ്.
ശ്രീദേവി, ആരുടെ ബർത്ത്ഡേ ആണ്? ചേട്ടന്റെ. ചേട്ടന്റെ? ഞാൻ വിചാരിച്ചു നിന്റെയാണ്. ആ, ഏതായാലും ബർത്ത്ഡേ അല്ലേ, കലക്കിക്കളെ. കലക്കണ്ട, ആഘോഷിച്ചാ മതി.